സൂപ്പർ മന്തി. ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ? വാ. അപ്പോൾ വളരെ എളുപ്പത്തിലും അതും പെട്ടെന്നും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈസി മന്തി റെസിപ്പിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. പിന്നെ ഉണ്ടാക്കുന്നത് ലായ്ക്കായ കാരണം എന്തായാലും റെസിപ്പി ഈസി ആയിരിക്കും. പിന്നെ ചിക്കനിലേക്ക് ഒരു മസാലയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു ചെറിയ സവോളയും ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഫ്ലേവർ കൂട്ടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ചെറുതെടുത്തത്. അതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചും കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്നിവിടെ എടുത്ത ചിക്കന് 1 kg വെയിറ്റ് ഇല്ല, ചെറിയ ചിക്കനാണ്. അതിലേക്ക് മസാല, പിന്നെ ഹോൾ സ്പൈസസ് ആയിട്ടുള്ള പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ ബേ ലീഫ്, അതുപോലെ 2 മാഗി ക്യൂബും കുറച്ച് ഓയിലും, പിന്നെ ഒരു 3/4 ടീസ്പൂണ് നല്ല ജീരകവും. കളർ ഉണ്ടെങ്കിൽ ഫുഡ് കളർ ആഡ് ചെയ്യുക, ഇല്ലെങ്കിൽ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത ക്യാപ്സിക്കനും ഇട്ടിട്ട് നന്നായി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ച പാനിലേക്ക് ഇട്ടിട്ട് വേറെ ഓയിലൊന്നും ആഡ് ചെയ്തിട്ടില്ല, നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് നന്നായിട്ട് കുക്കായിക്കോളും. ഇത് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഉണ്ടാക്കാൻ വിചാരിച്ച പാനിൽ ഓൾറെഡി വെക്കാം. ഞാൻ വീഡിയോ എടുക്കുന്ന കാരണമാണ് വേറെ ബൗളിൽ സെറ്റ് ചെയ്തത്. അപ്പോൾ അത് ആ സൈഡിൽ ചിക്കൻ ആവുന്നുണ്ട്. ആ ടൈമിൽ നമുക്ക് റൈസ് കുക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ 2.5 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഹോൾ സ്പൈസസും ഒരു ഡ്രൈ ലെമണും അതുപോലെ നല്ല ഫ്ലേവറിന് റൈസ് നല്ല ഫ്ലേവർ ഉണ്ടാവും. ഒരു മാഗി ക്യൂബ് ആഡ് ചെയ്താൽ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്തിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കനിൽ നിന്ന് റെഡി ആയപ്പോൾ ആ ചിക്കൻ്റെ പീസസ് മാറ്റി വെച്ചിട്ട് ഗ്രേവി മാറ്റി വെച്ചിട്ടുണ്ട്. ഗ്രേവി നമുക്ക് റൈസിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതവിടെ റൈസും റെഡി ആയിട്ടുണ്ട്. അത് നന്നായിട്ട് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു ദമ്മിടൽ പരിപാടിയാണ് അടുത്തത്. അപ്പോൾ ചിക്കനും റൈസും റെഡി ആയിട്ടുണ്ട്. ഇത് സെറ്റാക്കിയിട്ട് എടുക്കാം. അപ്പോൾ സെയിം പോട്ടിൽ തന്നെ ആദ്യം ഗ്രേവി ഒരു ലെയർ കൊടുത്ത് അതിന് മേലേക്ക് റൈസ് ഒരു ലെയർ കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളിയും ക്യാപ്സിക്കും കുരുവൊക്കെ കളഞ്ഞ് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ലെയറും കൊടുത്ത് പിന്നെ ഗ്രേവി അതുപോലെ റൈസ് അങ്ങനെ ലെയറായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ചിക്കൻ്റെ ഗ്രേവിയും റൈസും ഇതിൽ സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് മേലെ നമ്മൾ മാറ്റി വെച്ച ചിക്കനും കൂടി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് തന്നെ വേവിക്കാം. അപ്പോൾ നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും സിമ്പിളാണ്. ഇനി ഇതിലേക്ക് ഒരു സ്മോക്കി എഫക്റ്റൊക്കെ കൊടുക്കാൻ ഒരു ചാർക്കോളൊക്കെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാവും. ഞങ്ങളതിവിടെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കനും കൂടി വെച്ചിട്ട് മൂടി വെച്ച് ഒരു 5 to 10 മിനിറ്റിൽ ലോ ഫ്ലെയിമിലിട്ട് ഒന്നും കൂടി കുക്ക് ചെയ്തെടുത്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. മാത്രമല്ല പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. പിന്നെ ചെറിയ ചിക്കനൊക്കെ ആയ കാരണം പെട്ടെന്ന് തന്നെ ചിക്കനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈസി റെസിപ്പിയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചിക്കൻ ഒന്ന് സെറ്റ് ആവാൻ ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായപ്പോൾ ചിക്കൻ മാറ്റിയിട്ട് നമ്മുടെ ആ ലെയറൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കനും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉള്ള കാരണമാണ് ചിക്കൻ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇനി ഇതാ ഒരു സർവിങ് പ്ലേറ്റിൽ വെച്ച് ചിക്കനൊക്കെ വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാനിത് കഴിച്ചിട്ട് എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് നമ്മളിതിൽ കൂടെ കഴിക്കാനുള്ള ടൊമാറ്റോ ചട്നി അതുപോലെ മയോണൈസ് അതിനൊന്നും ആവശ്യമില്ല. നമ്മളെ റൈസിൽ തന്നെ നല്ല ഫ്ലേവറും ഇറങ്ങിയിട്ടുണ്ട്. ആ ഗ്രേവി ആണെങ്കിലും അടിപൊളിയാണ്. അത് മാത്രം മതി ഈ ഒരു മന്തി കഴിക്കാൻ. അപ്പോൾ ഇങ്ങനത്തെ ഇനി കുഞ്ഞ് റെസിപ്പി അതുപോലെ കുഞ്ഞ് വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനി വരാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുവരേക്കും ബൈ.